ഈ പടികളും ഈ പാതയൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ടാവില്ലേ? തീർച്ചയായും. ഈ ഇരിക്കുന്ന ബിൽഡിംഗ് മാത്രമായിരുന്നു ഞാൻ പഠിക്കുന്ന സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള മറ്റ് തിയേറ്ററും മറ്റ് ബിൽഡിങ്സൊക്കെ പിന്നീട് വന്നതാണ്. ഇക്കോണമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലാസ് റൂംസും മുകളിൽ ഞങ്ങളുടെ ക്ലാസ് റൂം തിയേറ്ററും. രണ്ട് നോർത്ത് പോൾ സൗത്ത് പോൾ അല്ലേ? അത് ഹോസ്റ്റലൊക്കെയാണ് ഫീൽ ചെയ്യുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവരെല്ലാവരും തന്നെ അന്ന് ഇവിടെ പഠിച്ചിരുന്ന ആളുകളിൽ പലരും തിയേറ്ററിനോടൊക്കെ ഒരു സ്നേഹമുണ്ടായിരുന്നവരാണ്. നമ്മുടെ പ്ലേ കാണാൻ എല്ലാവരും വരും. പ്ലേയെക്കുറിച്ചുള്ള അവരുടേതായ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. പിന്നെ 3 ബ്ലോക്കുകളാണ് ഹോസ്റ്റൽ റൂമിൽ. അതിൽ ഒന്ന് അവരുടേതും 2 ഞങ്ങളുടേതും. അവർ ധനികരായിരുന്നു ഞങ്ങളെ അപേക്ഷിച്ച്. എല്ലാവരും തന്നെ അവരുടെ മുമ്പിലൊരു വളരെ ശോഭനമായൊരു ഭാവി ഉണ്ടായിരുന്നു. കാരണം എക്കണോമിക്സ് MA എക്കണോമിക്സ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് കോളേജ് ലെക്ചറാണ്. അവർ പലരും അതെ പോയവർ പലരും അധ്യാപകന്മാരാണ് ഇപ്പോൾ. ഞങ്ങൾക്ക് ആകാശവും താഴെഭൂമിയും അങ്ങനെ ജീവിക്കുന്ന ദരിദ്രരായ നാടകക്കാരും മാസം കൃത്യമായി പണം വരുന്ന കുട്ടികളായിരുന്നു അവർ. എക്കണോമിക്സിൽ സുന്ദരികളായ പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷേ വ്യക്തമായ ഈ മേലാള കീഴാള ഈ തരംതിരിവുണ്ടായിരുന്നു. അതിൽ സുന്ദരികളായ പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഞങ്ങളുടെ ദയനീയതയോട് നോക്കിയിട്ടുള്ളൂ. ദാരിദ്ര്യവാസികളാണ്. കാരണം ദാരിദ്ര്യമാണെന്ന് വേഷം കൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും. പിന്നെ എന്തോ ഒരു യൂസ്ലെസ് കോഴ്സ് പഠിക്കാൻ വേണ്ടി എവിടുന്നോ വന്നിരിക്കുന്നു. പിന്നെ മറ്റ് ചില ശീലങ്ങൾ അതിനകത്തൊക്കെ പെൺകുട്ടികൾക്ക് ദേഷ്യമുണ്ടാകാവുന്ന എല്ലാം ഉണ്ടായിരുന്നുള്ളതായതുകൊണ്ട് അവരാരും തന്നെ ദയാപൂർവ്വം നോക്കിയിട്ടുണ്ടെന്ന്. പ്രേമപുരസരമില്ല. ഇല്ല, ബുദ്ധിപതികളായ കുട്ടികൾ പഠിച്ചു ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ ഇവിടെ വന്ന് ചോദിക്കുന്നത്. സാമാന്യ വിദ്യാഭ്യാസവും ബുദ്ധിയും ഉണ്ടായിരുന്നല്ലോ. എങ്കിലും ഞങ്ങൾ നോക്കാതിരുന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ അവരെ കണ്ടത് നിങ്ങൾ വിഡ്ഢികൾ എന്നാണ്. കാരണം എക്കോണമിക്സ് പഠിച്ചിട്ട് ഇനിയിപ്പം ജീവിതത്തിൽ എന്തായി മാറാനാണ് കോളേജ് അധ്യാപകനിൽ അവസാനിക്കുന്നതൊക്കെയാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഞാൻ ആസ്വദിച്ച് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് 21 വർഷത്തെ സിനിമ ജീവിതത്തിൽ പോലും ഇത്രയും ഉണ്ടാവും. പ്രധാനമായും എൻ്റെ ഏറ്റവും വലിയ നഷ്ടം അലക്സ് കടൽ എന്ന് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞാൻ സിനിമാക്കാരനാവാൻ പൂർണ്ണമായും കാരണം അലക്സ് തന്നെയാണ്. അലക്സിനെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുമ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ ആകുമ്പോൾ പിന്നീട് സംവിധാനം ആയതിനു ശേഷം പിന്നെ താങ്കൾ വീണ്ടും ഒരു കഥ എഴുതാനിരിക്കുമ്പോൾ താങ്കളുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണോ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കഥയിൽ, അതോ താങ്കളിലുള്ള ഉള്ളിലുള്ള ഡയറക്ടറാണോ? അത് ഈ മാറ്റം തുടങ്ങുന്ന സമയത്ത് ലോഹിദാസ് ഹുസൈനോട് സംസാരിച്ചൊരു കാര്യമാണ്. ലോഹിത് നല്ല അഡ്വൈസാണ് തോന്നുന്നു. എഴുതാനിരിക്കുമ്പോൾ അയാളെ ആ മുറിക്കകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല ആ സംവിധായകനെ. അത് പറയാൻ എളുപ്പമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രോബ്ലമുണ്ട്. കാരണം ഒരു സീൻ വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വിശദാംശങ്ങൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കാമെങ്കിലും പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പോഴും നമ്മൾ എഴുതുമ്പോൾ മറന്നു പോകാറുണ്ട്. പക്ഷേ ഈ സംവിധാനം കൂടെ ഉണ്ടാകുമ്പോൾ ആ പോസിബിലിറ്റീസ് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ എപ്പോഴും ഉണ്ട്. ചിലപ്പോഴൊക്കെ രസകരമായൊരു കാര്യം ഒരാൾ എഴുതുകയും മറ്റൊരാൾ ഡയറക്റ്റ് ചെയ്യുക. അപ്പോഴായിരിക്കും ആ ടെക്സ്റ്റിനെ അയാളുടെ രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യുകയും അത് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കാം. അല്ലാതെ ചില വിഷയങ്ങൾ മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു വിഷയമാണ് എനിക്ക് നന്ദൻ എന്ന് പറയുന്നത്. തിരക്കഥ പോലും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സംവിധായകന് വേണ്ടി ഞാൻ എഴുതാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഉയർന്നു വരാമായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അതിനകത്തെ കാസ്റ്റിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് അനൂപ്. എൻ്റെ സഹപ്രവർത്തകന്മാരിൽ ഒരുപാട് പേർ എന്നോട് നേരിട്ടല്ലാതെ വലിയ ആശങ്കയോടുകൂടി. അത് അനൂപിനും കൂടുതൽ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അയാൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അനൂപ് ആ കാര്യത്തിൽ കുറച്ച് സീസൺഡാണ് കേട്ടോ. അയാൾ അറിഞ്ഞിട്ട് തന്നെയാണ്. അയാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡബ്ബിങ് ടൈമിൽ ഞാനല്ലായിരുന്നെങ്കിൽ ആരായിരുന്നു. ഞാൻ മലയാളത്തിൽ എനിക്ക് അങ്ങനെ ഒരാളെയും ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ നീ എന്ന് പറഞ്ഞ ഒരാളില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇല്ല ഞാൻ മാധവനെ കാസ്റ്റ് ചെയ്യുമായിരുന്നു തമിഴിൽ. എനിക്കറിയില്ല ഇന്ന് അനൂപ് ഇപ്പോൾ സ്ക്രീനിൽ അജയചന്ദ്രനായി വന്നതിൻ്റെ എത്രത്തോളം മാധവന് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മുഖവും പേരും മാധവൻ്റെ. എൻ്റെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഹിതമെന്ന് തോന്നുന്നു, എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ലൊക്കയിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു നടനെ കൊണ്ടുപോയി ഞാനത് ചെയ്യുമ്പം
മെന്റലി റിലാക്സ്ഡ് ആവും. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനൊരു പിന്നെ ബാധ്യതകളാവുമ്പോഴാണ് വലിയ ഒരു ബിസിനസ് പ്രോജക്റ്റ് ആകുമ്പോഴാണ് പ്രശ്നം. കാരണം ഒരുപാട് വിലയുള്ള ഒരു താരത്തിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ആ അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലവും പിന്നെ അതിന് ചേർന്ന് വരുന്ന മറ്റു കാര്യങ്ങളും ടോട്ടൽ ആ സിനിമയിൽ ചെലവഴിക്കപ്പെടുന്ന പണം തിരിച്ചു കിട്ടണം, അതെ, അതെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ടെൻഷൻ ഉണ്ടാവുക. അങ്ങനെ ഒരു ടെൻഷനുള്ള സമയത്ത്, അങ്ങനെ ഒരു നല്ല ചില സിനിമകൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ വിജയം വരാതെ ഉള്ള സമയത്ത് ഈ ഹൈവേയിൽ നിന്നും കുറച്ച് മാറി വണ്ടി പാർക്ക് ചെയ്ത് പുറകോട്ട് നിരീക്ഷിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് നിൽക്കാറാണ് പതിവ്. പാർക്ക് ചെയ്ത് തിരിച്ചു നോക്കിയിട്ടില്ല? ഇല്ല. പിന്നെ കുറേ നേരത്തേക്ക് ഡ്രൈവ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അടുത്ത പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഞാനൊരു തമിഴ് സിനിമയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ്. ഗുഡ് നൈറ്റ് മോഹനാണ് എൻ്റെ പ്രൊഡ്യൂസർ. അത് ഈ ജാനുവരിയിലൊക്കെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ധനുഷും പൃഥ്വിരാജുമാണ് അഭിനയിക്കുന്നത്. മറ്റു കാസ്റ്റൊക്കെ ആയി വരുന്നത്. മൊഴി എന്നൊരു സിനിമ, ആ സിനിമ എഴുതിയ വിജിയാണ് അതിൻ്റെ ഡയലോഗ്സ്. അതാണ് മുന്നിൽ കാണുന്ന ഒരു പ്രോജക്റ്റും അതിൻ്റെ ഒരു എന്തൂസിയാസം. ഹൈവേ തമിഴ്നാട്ടിലോട്ടാണ്. അതെ, ഒന്ന് ആ വഴിയും പോയി നോക്കാം. എനിക്ക് പ്രിയപ്പെട്ട മണ്ണാണ്. തിരക്കഥ വിജയമാകുമ്പോൾ സന്തോഷമുള്ളത്. ഒരു കാര്യം വ്യക്തമാവുന്നു, പ്രേക്ഷകർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവരിവിടെ ഉണ്ട്, നല്ല സിനിമകൾ സ്വീകരിക്കാൻ അവരുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത്. അപ്പോൾ അത് വലിയ ഇൻസ്പിറേഷനാണ്. അത് എനിക്കെന്നല്ല, അപ്പം ഞാൻ പറഞ്ഞു, മമ്മൂട്ടി അദ്ദേഹം സിനിമയുടെ ഈ ഒരു സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ആദ്യത്തെ വാചകം, ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ, ഈ വിജയ വാർത്ത അറിയുമ്പോൾ തോന്നുന്നത്, എനിക്കൊക്കെ ഈ ചവിട്ടും കുത്തും പാട്ടും കൂത്തും ഇല്ലാത്ത സിനിമകളിലും അഭിനയിക്കാമല്ലോ എന്നാലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റാണ്. കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ.